പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട് MLA-യേക്കാൾ വലുതാണോ ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ ഒരു സദസ്സാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. AV ഗോപിനാഥിനെ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നു. സർക്കാരിൻ്റെ ഈ തീരുമാനത്തെ എങ്ങനെയാണ് കാണുന്നത്? ഞാൻ നല്ല സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ഒരു കൃഷ്ണഭക്തൻ വർഷങ്ങളായിട്ട് ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന ഒരുത്തരാണ് ഞാൻ. എന്നെ കണ്ടുപിടിച്ചൊരു സാധാരണക്കാരനായ എന്നെ ഗവൺമെൻറ് കണ്ടുപിടിച്ച് അതിൻ്റെ ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഇതിന്മേലെ സന്തോഷിക്കാൻ എനിക്ക് എന്താ ഉള്ളത്? ഞാൻ വലിയ സംതൃപ്തനാണ്. ഇപ്പോൾ ഈ പിണറായി വിജയനും സർക്കാരും തന്നൊരു സമ്മാനമായിട്ടാണ് കാണുന്നത്? സമ്മാനമൊന്നുമല്ല. പിണറായി വിജയനുമ്പോൾ ഞാനുമായിട്ട് ഇത് സംസാരിച്ചിട്ടില്ല. ഒരു സമയത്തൊരു ഡിസ്കഷൻ ഈശ്വരവിശ്വാസിയാണോ എന്നൊക്കെ ചോദിച്ചു എന്നല്ലാണ്ട് ഞാനിത് വേണമെന്നോ ഇത് തരാമെന്നോ ഞാനും പിണറായി വിജയനും തമ്മിൽ ഇത്ര നേരം സംസാരിച്ചിട്ടില്ല. ഇത് വരാനുള്ളൊരു കാരണം എന്ന് ബേസിക്കായി ഞാൻ പറഞ്ഞ ഒരു കടലാസും ഇതിൻ്റെ ഞാൻ കൊടുക്കുകയോ വരണം പറയുകയോ പാർട്ടി നേതാക്കന്മാരെ കാണുകയും ചെയ്തില്ല. ഇതുണ്ടാകാനുള്ള കാരണം ഗുരുവായൂരപ്പൻ്റെ വിളി മാത്രമാണ്. നീ ഇനി പെരുങ്ങോട്ടശ്ശി നിൽക്കണ്ട, എൻ്റെ അടുത്തേക്ക് വന്നു എന്ന് ഭഗവാൻ തീരുമാനിച്ചു. ഞാൻ അങ്ങോട്ട് പോവുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞങ്ങളൊക്കെ മാധ്യമങ്ങളൊക്കെ വാർത്ത കൊടുത്തിരുന്നു. അപ്പോഴും താങ്കൾ അറിയില്ല എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. ഇന്നതെ സത്യമാണ്. ഞാൻ ഒരാളോട് പോയിട്ട് എന്നെ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ചെയർമാനാക്കി തരണം മുഖ്യമന്ത്രിയോട് തെളിയിച്ചു കഴിഞ്ഞാൽ അന്ന് ഞാൻ പറഞ്ഞ എൻ്റെ എല്ലാ പൊതുപ്രവർത്തനവും ഞാൻ അവസാനിപ്പിക്കും. ഒരാളോടും ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടുത്തെ പാർട്ടി നേതാക്കന്മാർ നിർദ്ദേശിച്ചു എനിക്കറിയാം. ഇതെല്ലാം വേണമല്ലോ അവരുടെ സോഴ്സിൽ. പാർട്ടി സെക്രട്ടറിയിൽ എന്ത് തീരുമാനമെടുത്തു എന്ന് പറയില്ല. പക്ഷേ ഇതിൽ സംസ്ഥാന സെക്രട്ടറിയും ദേവസ്വം മന്ത്രിയും പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും താല്പര്യമെടുക്കാതെ എന്നെപ്പോലൊരു സാധാരണ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് ഞങ്ങൾ മാധ്യമങ്ങളൊക്കെ അറിഞ്ഞെങ്കിലും താങ്കൾക്ക് ഇതൊരു സർപ്രൈസാണ്? ഉറപ്പായിട്ടും സർപ്രൈസാണ്. ഞാൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാവുമെന്ന് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിട്ടില്ല. അതൊരു മഹത്തായ സ്ഥാപനം. പക്ഷേ കോടിക്കണക്കിന് ആളുകൾ ഓരോ വർഷവും മാസവും കടന്നു പോകുന്നത്, വിദേശികളും ഇപ്പോൾ പ്രഗത്ഭരായ ആളുകൾ എന്നെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇന്നലെയും ഇന്നുമായിട്ട് ഞാൻ പ്രതീക്ഷിക്കാത്ത ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കും. അതൊന്നും ഈ പദവിയുടെ ഗുരുവായൂരപ്പൻ്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് എന്നെ വിളിക്കേണ്ടവരെന്താ? പല ആളുകൾ അതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഞാൻ ചാർജ് എടുത്തതിന് ശേഷം മാത്രമേ എന്നെ ആരാ വിളിച്ചത് എന്തൊക്കെ വിളിച്ചത് പറയാൻ കഴിയും. ഇപ്പോൾ ഈ താങ്കൾ കോൺഗ്രസ് വിട്ട് ഇടതുപക്ഷമായിട്ട് സഹകരിക്കായിരുന്നു, പ്രാദേശിക തലത്തിൽ പ്രശ്നങ്ങളുണ്ടെന്ന് താങ്കൾ പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു അർഹമായൊരു അക്കോമഡേഷൻ കിട്ടിയെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ടോ? എന്താ സംശയം? അർഹമായ ഒരു അക്കോമഡേഷൻ ഈ പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നതല്ല. പ്രശ്നങ്ങളൊക്കെ വേറെ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിനുണ്ടായ പ്രശ്നങ്ങളൊക്കെ വേറെ. അതൊന്നും ഗൗരവമായി ഞാൻ കണക്കിലെടുത്തിട്ടില്ല. ഞാനും പാർട്ടിയും തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസമില്ല. CPM-ൻ്റെ ജില്ലാ സംസ്ഥാന നേതാക്കന്മാർ ആത്മാർത്ഥമായി എന്നെ സഹായിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവരാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയും ദേവസ്വം മന്ത്രിയൊക്കെ. പിന്നെ അതിനൊന്നും ഒരു പ്രാധാന്യമില്ല. അവരുടെ അനുഗ്രഹം തന്നെ എനിക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ വ്യത്യാസവുമില്ല. ലോക്കലും അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. ചില ചെയ്തികളിൽ അവർ ചെയ്ത നിലപാടുകളെക്കുറിച്ച് എനിക്കുണ്ടായിരുന്നു. അതൊന്നും ഒരു വിഷയമായി കണക്കാക്കിയിട്ടുമില്ല. അതിനൊരു ചർച്ചയും വന്നിട്ടില്ല. ഇപ്പോൾ താങ്കൾക്കൊരു നിയമസഭാ സീറ്റ് കിട്ടുന്നതിനേക്കാൾ സന്തോഷം ഇതാണ്. ഞാൻ ഏറ്റവും വലിയ സന്തോഷിക്കുന്ന ഒരു തരാം. ഈ പാർട്ടിയുടെ 5-8 നേതാക്കന്മാർ വന്നിരുന്നു. CM പറഞ്ഞിട്ട് എന്താ വേണ്ടേ, AV ഇലക്ഷൻ പ്രഖ്യാപിക്കൽ എന്താ നിലപാട് എങ്ങനെയൊക്കെയെന്ന് ചോദിച്ചു. മറ്റൊന്നും കണക്ക് കൂട്ടേണ്ട പറഞ്ഞു. ഞാനൊന്നും കണക്ക് കൂട്ടിയില്ല. നിങ്ങളുടെ പിന്തുണ, നിങ്ങളുടെ സഹകരണം, ഒരു കമ്മ്യൂണിസ്റ്റുകാരനെ എങ്ങനെ നിങ്ങൾ സഹായിക്കുമോ ആ സഹായം നിങ്ങൾ എനിക്ക് നൽകിയിട്ടുണ്ട്. യാഥാർത്ഥ്യത്തിൽ ഞാനിപ്പോൾ ഒരു അനുഭാവിയാണ് നിങ്ങളുടെ മുന്നണിയുടെ. അതുകൊണ്ട് യാതൊരു പ്രശ്നവുമില്ല, യാതൊരു ഡിമാൻഡും ഇല്ല, ഒന്നുമില്ല. ഞാൻ അതിലേക്കൊന്നും വരില്ല. പിന്നീട് വന്ന നിർദ്ദേശങ്ങളിൽ ഇത് വന്നു. ഈ ഒരു നിർദ്ദേശം വന്നു. വന്നതൊക്കെ ഞാൻ ഈ പത്രത്തിലും ചാനലുകളും കാണുമ്പോഴാണ് ഇതിൻ്റെ ഗൗരവത്തിൽ. അപ്പോൾ ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഇതിനു മുമ്പ് എത്ര തവണ ഉണ്ടായിട്ടുണ്ട്? ഒരു ഇത്ര വലിയ മഹത്തായ ഒരു സംഭവമായിട്ട് മാറിയിട്ടില്ലല്ലോ. ചെറിയ വാർത്ത വരുന്നല്ലാതെ ഇന്നിപ്പോൾ ഇതൊരു വലിയ വാർത്തയായിട്ട് വന്നതെന്താ? ഒരു സാധാരണക്കാരൻ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനാകുക പറഞ്ഞാൽ അത് വലിയ കൃഷ്ണൻ്റെ ഒരു അനുഗ്രഹമായിട്ട് കണക്കാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു ഡിമാൻഡും ഈ കാര്യത്തിൽ ഞാൻ കിട്ടിയിട്ടില്ല. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യമുണ്ട്, MLA-യേക്കാൾ വലുതാണോ ചോദിച്ചിട്ടുണ്ടോ? ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയ ഒരു സദസ്സാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡ് എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇപ്പോൾ നേരത്തെ ഈ കോൺഗ്രസിൽ നിന്ന് താങ്കൾക്ക് കുറേ പദവികളൊക്കെ കിട്ടിയിരുന്നു. ഈ താങ്കൾ അതൊക്കെ വിട്ടേച്ച് പോയി ഇപ്പോൾ ഈ ചെയർമാൻ സ്ഥാനം സ്വീകരിക്കുന്നു എന്നൊരു വിമർശനം. അങ്ങനെ തമാശ പറയുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങൾക്കൊരു TV എടുത്ത കോമഡി എത്ര ആൾ പറയാറുണ്ട്? കോമഡിയെന്ന് മറുപടി കൂടി ഒരു സ്ഥാനം പറഞ്ഞിട്ടെ. ആലത്തൂർ നിയോജകമണ്ഡലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോട്ടയായിരുന്നു 91. മനസ്സിലായേ?
വിജയരാഘവനും കുടുംബം പറഞ്ഞ് അവർക്ക് നിൽക്കാൻ സ്ഥാനാർത്ഥിയാകുമ്പോൾ എന്നെ ആ കോട്ടയിൽ കൊണ്ട് സ്ഥാനാർത്ഥിയാക്കട്ടവരാണ്. എൻ്റെ കഴിവുകൊണ്ട് എൻ്റെ അന്നൊക്കെ ആലത്തൂർ മത്സരിക്കുക എന്ന് പറഞ്ഞാൽ ആത്മാവ് പോകുന്ന പണിയാണ്. ബുദ്ധിച്ച് ഞാൻ ജയിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം പഞ്ചായത്ത് മുഴുവൻ തന്നത് ഒരിക്കലും ഒരു പാർട്ടി ഒരു ചെറിയ സഹായം പോലും ചെയ്തില്ല. എൻ്റെ കഠിനാധ്വാനം കൊണ്ട് ഞങ്ങൾ പിടിച്ചു 62 കൊല്ലം. എന്നെ ഒരു ഏരിയ ഒരു വില്ലേജ് കമ്മിറ്റിയിൽ അംഗമാക്കിയിട്ടില്ല കോൺഗ്രസ്. അല്ല, താങ്കൾ DCC പ്രസിഡന്റായി, MLA അതൊക്കെ പാർട്ടി തന്നായിരുന്നില്ല? ഞാൻ എൻ്റെ പാർട്ടി തരുന്ന സമയത്ത് DCC പ്രസിഡന്റ് സ്ഥാനം തരുന്ന സമയത്ത് എൻ്റെ കാര്യം പാർട്ടിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ലേ, എനിക്ക് വേണ്ടിയിട്ടില്ലല്ലോ. എനിക്ക് പറ്റിയില്ല, ഞാൻ ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ഞാൻ വേണ്ട വെച്ച് കൊടുത്തല്ലോ. ആരെ പോലെ ഇവരെ പോലെ വേണ്ടാത്ത പണിക്കൊന്നും ഞാനില്ല. എനിക്ക് പറ്റിയില്ലെന്ന് ഞാൻ തിരിച്ചു കൊടുത്തു. ഇനിയിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. അഥവാ ഒരു ഭരണമാറ്റം വന്നു കഴിഞ്ഞാൽ ഈ ബോർഡിൻ്റെ ചെയർമാൻ സ്ഥാനത്തിൽ എന്തെങ്കിലും സ്ഥാനചലനം ഉണ്ടാവുക? എന്തോ വന്നോട്ടെ, അതിലൊന്നും എനിക്ക് പ്രാധാന്യമില്ല. ഒരു ദിവസം ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ എനിക്ക് സേവിക്കാൻ കഴിഞ്ഞാൽ അത് മഹത്തായ ഒരു കാര്യമായി ഞാൻ കരുതുന്നു. എന്തായാലും AV ഗോപിനാഥ് ഈ ഗുരുവായൂർ ദേവസ്വം ബോർഡിൻ്റെ ചെയർമാനായി അടുത്ത ദിവസം തന്നെ ചുമതല ഏറ്റെടുക്കും. ഷിജു ചിറ്റൂരിനൊപ്പം സാജിദ് അജ്മൽ, മീഡിയ 1 പാലക്കാട്.